പുതിയ PSC വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EWS വ്യവസ്ഥയിൽ വ്യക്തതയായി. മുന്നോക്കക്കാരിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നിർണ്ണയിക്കുന്നതിനുള്ള പുരയിടം സംബന്ധിച്ച വ്യവസ്ഥയിൽ സംസ്ഥാനം വ്യക്തത വരുത്തി. ഒന്നിച്ചാണ് നികുതി സ്വീകരിക്കുന്നതെങ്കിലും കൃഷിഭൂമിയും വീട് നിൽക്കുന്ന സ്ഥലവും വെവ്വേറെ കണക്കാക്കി മാനദണ്ഡം നിശ്ചയിക്കുന്നതിനാണ് പുതിയ തീരുമാനം. കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് മാറ്റം വരുത്തിയത്. വാർഷിക വരുമാനം 8 ലക്ഷം രൂപ കവിയരുത്. കൃഷി സ്ഥലം 5 ഏക്കറിൽ കൂടരുത്. വീട് 1000 ചതുരശ്ര അടി കവിയരുത്. പുരയിടം നഗരങ്ങളിൽ 2.5 സെന്റും ഗ്രാമങ്ങളിൽ 4.10 സെന്റും കവിയരുത് എന്നിവയാണ് EWS സംവരണത്തിനുള്ള കേന്ദ്ര മാനദണ്ഡം. ഗ്രാമങ്ങളിൽ പുരയിടം 4 സെന്റിൽ കൂടരുതെന്ന നിബന്ധനയാണ് കേരളത്തിലുള്ളവർക്ക് വിനയായത്. വീട് നിൽക്കുന്ന സ്ഥലം മൊത്തം പുരയിടമാക്കി കണക്കാക്കിയാണ് കേരളത്തിൽ നികുതി സ്വീകരിക്കുന്നത്. അതിനാൽ വലിയ വിഭാഗത്തിന് ഈ മാനദണ്ഡത്തിന്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുകയാണ്. വീടിന്റെ ബിൽറ്റപ്പ് ഏരിയ, കവേർഡ് ഏരിയ, ചട്ടപ്രകാരം ചുറ്റും വേണ്ട സൈറ്റ് ബാക്ക് ഏരിയ എന്നിവ ഒഴിച്ച് ബാക്കി കൃഷിഭൂമിയായി കണക്കാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വ്യക്തത വരുത്തിയത്. കൃഷിയിടങ്ങളിൽ വീടുള്ളവർക്ക് ഇവ വെവ്വേറെ കണക്കാക്കുന്നതോടെ ആനുകൂല്യത്തിന് അർഹത നേടാം. വീടിന്റെ നികുതി രസീതിൽ നിന്ന് ഹൗസ് പ്ലോട്ടിന്റെ വിസ്തൃതി കണ്ടെത്തുകയും ചെയ്യാം. കോടതി ഇടപെടലിനെ തുടർന്നാണ് വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ സംസ്ഥാനം തയ്യാറായത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ തീർന്നു. കൂടുതൽ PSC വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.